സാർ, ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് കുംഭമേള നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുംഭമേളയിൽ സ്നാനം ചെയ്താൽ പട്ടിണി മാറുമോ എന്നായിരുന്നു കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചിരുന്നത്. അല്ല, ആ ചോദ്യം ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ ഞാൻ ഇടപെടുന്നതിൽ ഒന്നും തോന്നുന്നില്ല. കാരണം അറിയോ, അതായത് ഖാർഗെ അങ്ങനെ പറഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഫണ്ടറായിട്ടുള്ള കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഭാര്യയും മകളുമായിട്ട് കുംഭമേളയ്ക്ക് പോയി തിരിച്ചു വന്നിട്ട് ഈ ആളുകൾ ചോദിച്ചു, ഖാർഗെ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താണ് പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്, ഹിന്ദുവായിട്ട് ജനിച്ചു, ഹിന്ദുവായിട്ട് മരിക്കും. ഖാർഗെയുടെ പേര് മല്ലികാർജുനൻ ഖാർഗെ എന്നാണ്. മല്ലികാർജുനൻ എന്ന് പറഞ്ഞാൽ അത് ശിവനാണ്. ആ പേര് മാറ്റുമോ ഖാർഗെ? ഇല്ലല്ലോ. എന്താണ് പറഞ്ഞത്? അപ്പോൾ ഖാർഗെ പറഞ്ഞതിനെ കോൺഗ്രസ്സുകാർ തള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് പോയി അവിടെ മുങ്ങിയിട്ട് അവിടെ മുഴുവൻ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുകയായിരുന്നു. 2027 മറ്റേ അടുത്ത കുംഭമേള 2027 അതിന് 16 വർഷം കഴിഞ്ഞ് അടുത്ത കുംഭമേള വരുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് സമാജ്വാദിയുടെ സർക്കാർ, അഖിലേഷിൻ്റെ സർക്കാർ ചെയ്യും എന്നും പറഞ്ഞ് ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിവരമുള്ള തലയ്ക്കകത്ത് ആൾത്താമസമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം കുംഭമേളയെ പങ്കെടുക്കുകയും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, കേരളത്തിലെ CPM കുംഭമേളയെ വിമർശിച്ചോ? ഇല്ല. കുറേ അലവലാതി CPM പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. അതെ, ചില സഖാക്കൾ ഇങ്ങനെ കുരുപൊട്ടി പറഞ്ഞു. CPM ഒഫീഷ്യലി കുംഭമേളയെക്കുറിച്ച് ഒരക്ഷരം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അതും ശ്രദ്ധിച്ചോ? പാർത്ഥൻ കാര്യം പറ. അതെ, കുംഭമേളയുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് ഒരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ള അവിടെ ജോലി ചെയ്തിട്ടുള്ള ബോട്ട്സിന്റെ ഉടമ, ബോട്ട്സ് അല്ല, ബോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിയും മറ്റേ ഈ മെക്കനൈസ്ഡ് ബോട്ടല്ല, വലിയ ബോട്ടല്ല, വള്ളമാണ്. അവിടെ ഒരാൾക്ക്, ഒരു ഉത്തർപ്രദേശുകാരന് 130 വള്ളങ്ങളുണ്ടായിരുന്നു. ഈ വള്ളങ്ങൾ ഈ കടത്ത് വള്ളമായിട്ട് അക്കരെ ഇക്കരെ പോകാൻ ഉപയോഗിക്കുന്ന 130 വള്ളങ്ങൾ. ഇത് 45 ദിവസം ഈ വള്ളങ്ങൾ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു വള്ളത്തിൽ നിന്ന് ശരാശരി 50,000-52,000 രൂപയുടെ വരുമാനം ഉണ്ടായി. അങ്ങനെ 45 ദിവസം കൊണ്ട് 30 കോടി രൂപ ഒരു വള്ളക്കാരന് കിട്ടി. അപ്പോൾ 130 വള്ളമുള്ള ആൾ അത്യാവശ്യം സമ്പന്നനായിരിക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു വള്ളമുള്ള ആളും കാണുമല്ലോ. അയാൾക്കപ്പം യോഗി പറഞ്ഞത്, ഒരു വള്ളത്തിൽ നിന്ന്, കടത്ത് വള്ളത്തിൽ നിന്ന് ശരാശരി പെർ ഡേ 50,000 രൂപ വെച്ച് റവന്യൂ ഉണ്ടായി. അപ്പോൾ ഒരു വള്ളമുള്ള ആളാണെങ്കിലും ഒരു ദിവസം 50,000, ഒരു മാസം 15 ലക്ഷം രൂപ അല്ലേ? പിന്നെ വീണ്ടും ഒരു 15 ദിവസം കൂടെ, അപ്പോൾ എത്ര വരും? ഒരു 10-20 ലക്ഷം രൂപ അടുത്ത് ഇയാൾക്ക് ഒരു വള്ളമുള്ള ആൾക്ക് പോലും വരുമാനം ഉണ്ടായി. അപ്പം എത്ര തൊഴിൽ സാധ്യതകൾ ഉണ്ടായി എന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് പറഞ്ഞത്. അതായത് വള്ളക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി എന്ന് അസംബ്ലിയിൽ ഇയാൾ പറഞ്ഞു, അഖിലേഷ് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞ വള്ളക്കാർക്ക് പ്രതിസന്ധി ഉണ്ടായി, കാരണം ചെറിയ വീടൊക്കെയാണ് ഇവരുടെ വീട്. ആ വീട്ടിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് വെക്കാനായിട്ട് അവർക്ക് പ്രതിസന്ധി ഉണ്ടായി. കാരണം രാവിലെ മുതൽ ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന പൈസ കൊണ്ട് ബാങ്കിലിടാൻ സമയമില്ല. വീട്ടിൽ കൊണ്ട് അടുക്കി വെക്കുമ്പോൾ വല്ല കള്ളന്മാരും കൊണ്ടുപോയാലോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്ന 66 കോടി ആളുകൾ വന്നിട്ട് പോയി 45 ദിവസം കൊണ്ട്. ഒരു കൊലപാതകം, ഒരു പിടിച്ചുപറി, ഒരു മോഷണം, ഒരു ബലാത്സംഗം, ഇത്തരം പരാതികളെ ഉണ്ടായിട്ടില്ല. അതെ, അത് സത്യമാണ്. അതെടുത്തു പറഞ്ഞു. അത്തരം പരാതികളെ ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അപ്പോൾ വളരെ ഇത്രയും ആളുകൾ വരുമ്പോൾ ക്രൗഡ് മാനേജ്മെന്റ് വലിയ പ്രശ്നമായിരുന്നു. അത് ഭംഗിയായി ചെയ്തു. പിന്നെ ചില ദുരന്തങ്ങൾ ഉണ്ടായി, സ്വാഭാവികമായും സംഭവിക്കാവുന്ന. നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ തന്നെ എല്ലാ വർഷവും എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തിക്കും തിരക്കും സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നുണ്ട്. ഇത്രയും ആളുകൾ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി, ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഇന്നവിറ്റബിൾ പാർട്ടാന്ന് പറയാം. 100% ഫുൾ പ്രൂഫായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊരു മിറാക്കിളാണ്. പക്ഷേ അവിടെ തീപിടുത്തങ്ങളുണ്ടായി 2-3 പ്രാവശ്യം അല്ലേ? ഈ തീപിടുത്തങ്ങൾ ഉണ്ടായപ്പോൾ അതൊരു വലിയ ദുരന്തം. തീ ആളിപ്പടർന്ന് പിടിച്ചില്ലല്ലോ, അപ്പോൾ തന്നെ കെടുത്താൻ പറ്റി. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായി, അത് സ്വാഭാവികമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ഒരു യാത്രയ്ക്ക് പോകുന്നു, യാത്ര ചെയ്യുന്ന വാഹനം അപകടത്തിൽപ്പെടത്തില്ല എന്നൊരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ ഈ യാത്ര പോയതുകൊണ്ടല്ലേ അപകടം ഉണ്ടായതെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അപ്പോൾ ഒരു വലിയ ഇവന്റ് നടന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു വള്ളക്കാരന് 45 ദിവസം കൊണ്ട് 30 കോടി രൂപ ഉണ്ടായി. അതാണ് ഒരു കണക്ക്. അതിപ്പോൾ ആ കണക്കെന്ന് പറയുമ്പോൾ അവിടുത്തെ അടിസ്ഥാന മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടായ വരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഈ വഴിപാടുകളുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഈ 45 ദിവസം കൊണ്ട് 20,000 കോടി രൂപ വഴിപാടായിട്ട് കിട്ടി. വലിയ എമൗണ്ട്. 7,500 കോടി രൂപ മുടക്കിയിട്ട് 3 ലക്ഷം കോടി രൂപയാണ് കിട്ടിയത്. നമ്മുടെ കേരള ബജറ്റിനേക്കാളും ഇരട്ടിയോളം വരുന്നൊരു തുകയാണ് ഈ 45 ദിവസം കൊണ്ട് കുംഭമേളയ്ക്ക് ബജറ്റ് പ്ലാനിങ്ങിന് പുറമേ ഉണ്ടായൊരു വരുമാനം.
ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇത് ഇപ്പോൾ നമ്മുടെ സിന്ധു സൂര്യകുമാർ പറയുന്ന പോലെ PR വർക്കാണ്. അതേ PR വർക്കാണ്. ഒരു PR വർക്ക് വേണം, നല്ല പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വേണം, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വളരെ കൃത്യമായി കുംഭമേള നടത്താൻ കഴിഞ്ഞു. ഗതാഗത രംഗത്ത് 1.5 ലക്ഷം കോടി കിട്ടി, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് യോഗി പറയുന്നുണ്ട്. ആ കണക്കുകൾ ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അവിടെ തൊഴിലുണ്ടായി. ഇപ്പം നർമ്മദാ നദിയുടെ തീരത്ത് ഗുജറാത്തിൽ പട്ടേലിൻ്റെ പ്രതിമ വന്നു. പട്ടേലിൻ്റെ പ്രതിമ വന്നാൽ പട്ടിണി മാറുമെന്ന് ചോദിച്ചിരുന്നു. അതിനു മുമ്പ് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമെന്ന് ചോദിച്ചു. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ രോഹിണി ചന്ദ്രന്മാരെ തെറ്റിച്ചു, ആര്യഭട്ട വിക്ഷേപിച്ചു, ഇതൊക്കെ ശരിയാണ്. എന്നാൽ അവർ ഈ തൊഴിലാളിക്കുന്നുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് CPMകാരും ഈ പരിഷത്ത്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ് സിംഹവാലം കുറങ്ങിനെ പോലെ ആയിപ്പോയൊരു സംഘടന ഉണ്ടല്ലോ, കാണാനില്ലാത്ത, അവരൊക്കെ പാടി കിടന്നൊരു കാര്യം ഓർക്കുന്നുണ്ട്. പട്ടിണി മാറ്റാൻ എന്ത് ചെയ്തു? എന്താ ഈ നാഷണൽ ഹൈവേ അല്ല വേണ്ടത്, ഗ്രാമപാതകളാണ് വേണ്ടത്, എന്തൊക്കെ പറഞ്ഞ് പാടി കിടന്നൊരു കാലമുണ്ട് കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ ഒന്നും വേണ്ട. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ നാഷണൽ ഹൈവേ വികസിപ്പിച്ചപ്പോൾ VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? എൻ്റെ ശവത്തെ ചവിട്ടിയിട്ട് ഹൈവേക്ക് വീതി കൂട്ടുള്ളത്. ആലപ്പുഴയിലൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു, 40 വർഷം എടുത്തു ബൈപ്പാസ് പണി നടക്കാതെ കിടന്നത്. അവസാനം മോദിയുടെ സർക്കാർ വന്നപ്പോഴാണ് ആ ബൈപ്പാസ് പണി കൊടുത്തത്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത ഒരു വരട്ട് തത്വവാദമുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ, പ്രതിമയുണ്ടാക്കിയാൽ പട്ടിണി മാറുമോ, കുംഭമേള നടത്തിയാൽ പട്ടിണി മാറുമോ എന്ന് ചോദിക്കുന്നത്. ഹജ്ജിന് പോയാൽ പട്ടിണി മാറുമോ എന്ന് ചോദിക്കാൻ ആരുമില്ല. നിങ്ങൾ നോമ്പ് പിടിച്ചാൽ, 1 മാസത്തെ നോമ്പ് പിടിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു. ഒരു കാർട്ടൂണോ ട്രോളോ മറ്റോ ആണ്. ഒരാൾ വന്നിട്ട് പറയുന്നു, മോനെ നമ്മുടെ അയൽവക്കത്തെ ആളുകളൊക്കെ, അച്ഛൻ മകനോട് പറയാം, അയൽവക്കത്തെ ആളുകളൊക്കെ നോമ്പിരിക്കുകയാണ്, നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ടേ? അപ്പോൾ അച്ഛൻ ചെയ്യണം, നിൻ്റെ അമ്മ തിരുവാതിരയ്ക്കും ഒക്കെ നോമ്പ് പിടിക്കാറുണ്ട്, നീ വ്രതം എടുക്കാറുണ്ട്, നീ അതറിയാറുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഓരോ മറ്റുള്ള നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ ചെറുതാക്കുകയും മറ്റ് മതങ്ങളുടെ വിശ്വാസങ്ങളാണ് വലുതെന്ന് പറയുകയും അവരെ അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ആദരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മുടെ വിശ്വാസങ്ങളെ മാനിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ കുംഭമേളയോട് ഒരു കൂട്ടം ആളുകൾക്ക് നല്ല നീരസമുണ്ട്. കാരണം എന്താണെന്നറിയോ? അത് ഇന്ത്യയിൽ വല്ലാത്തൊരു ഹിന്ദു സിനർജി ഉണ്ടാക്കി, ഹിന്ദു ഏകത എന്നൊരു ഭാവം ഉണ്ടാക്കി. ഇപ്പം സിന്ധു സൂര്യകുമാർ പോലും നിലവിളിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കുംഭമേളയ്ക്ക് പോയി, ഇങ്ങനെയാണ് BJP സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വളരുന്ന പാർട്ടിയായിട്ട് മാറുന്നത്, ഇതിനാണ് ആ സ്ത്രീ മാറത്തടിച്ച് നിലവിളിക്കുന്നത്. BJP വളരുന്നേ, CPM വളർന്ന വിഷമമില്ല, SDP വളർന്ന വിഷമമില്ല. ഞാൻ ഇന്നലെ ആലോചിച്ചു, നമ്മളിപ്പോൾ രാവിലെ നമ്മുടെ ABC ചർച്ച ചെയ്തേ ഈ SDPIയുടെ ദേശീയ പ്രസിഡന്റ്. കാരണം SDPI എന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാളാണ്. കാരണം ദേശീയ അധ്യക്ഷന്മാരൊക്കെയാണല്ലോ പ്രസിഡന്റ് ആവുന്നത്. ഫൈസി അറസ്റ്റ് ചെയ്തു. ഫൈസിക്ക് 12 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും ഫൈസി ഇന്ത്യൻ നിയമമൊന്നും ബാധകമല്ല, ഇസ്ലാമിക ശരീഅത്ത് നിയമം ബാധകമായതുകൊണ്ടായിരിക്കും ഒരു തവണ ED എടുത്തു വന്നില്ല, പൊക്കിക്കൊണ്ടുപോയി ED ഡൽഹി എയർപോർട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ED ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു, പോപ്പുലർ ഫണ്ടും ഇതും പോപ്പുലർ ഫണ്ടിനും SDP-ക്കും ക്രോസ് മെമ്പർഷിപ്പാണുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ടിലും മെമ്പർഷിപ്പ് ഒരേ ആളുകൾക്കാണ്. അതാണ് ക്രോസ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 സംഘടനയും ഒന്നാണെന്ന് പറഞ്ഞു. ഈ SDP-യുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് തെളിവുകൾ സഹിതമാണ്. എത്ര കോടി രൂപ കൊടുത്തെന്ന് പറഞ്ഞു. ഫണ്ട് കൊടുക്കുന്നത് പോപ്പുലർ ഫണ്ടാണ്, അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പോപ്പുലർ ഫണ്ടാണ്, നയം തീരുമാനിക്കുന്ന പോപ്പുലർ ഫണ്ടാണ്. അങ്ങനെ എല്ലാ തരത്തിലും പോപ്പുലർ ഫണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ഓർഗനൈസേഷനാണ് ED എന്ന് പറഞ്ഞു. ഇതൊരു വലിയ ED കണ്ടെത്തി. SDP പോപ്പുലർ ഫണ്ടിൻ്റെ ഫ്രണ്ട് ഓർഗനൈസേഷനാണ് SDP എന്ന് ED കണ്ടെത്തി, ചാർജ് ഷീറ്റ് ഇട്ടു. അത് പ്രസ്താവനയായിട്ട് ഇറക്കി. നമ്മുടെ എത്ര പത്രത്തിൽ വാർത്ത വന്നു? കാരണം അതിന് വലിയൊരു, അതെന്തുകൊണ്ട് വാർത്ത വരണം എന്ന് പറയാൻ കാരണമുണ്ട്. പോപ്പുലർ ഫണ്ടിനെ 2022 നിരോധിച്ചല്ലോ. പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചതിന് ശേഷം SDP-യെ നിരോധിക്കുമെന്ന് പലരും കരുതി. പക്ഷേ SDP-യെ നിരോധിച്ചില്ല. കാരണം രണ്ട് നിയമമാണ്. മറ്റത് ഒരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, തീവ്രവാദ സ്വഭാവം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് SDP-ഐ ജനപ്രാതിനിധ്യ നിയമപ്രകാരം രൂപീകരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പൊളിറ്റിക്കൽ പാർട്ടിയെ നിയമിക്കുന്നതിന് അതിന് ആ പാർട്ടി പോപ്പുലർ ഫണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചത്. അതുകൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന തീവ്രവാദം നടത്തി, കള്ളപ്പണ ഇടപാട് നടത്തി, കൊലപാതകങ്ങൾ നടത്തി, ഇതിനൊക്കെ തെളിവാണ്. അതിനൊക്കെ തെളിവുകൾ SDP-യുടെ പേരിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ദാ ED ഇത് കണ്ടെത്തിയിട്ട് പറയുന്നു ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ പോപ്പുലർ ഫണ്ടിന് പിന്നാലെ പോപ്പുലർ ഫണ്ട് തന്നെയാണ് SDP-I എന്ന് പറയുമ്പോൾ SDP-യെയും വേണമെങ്കിൽ നിരോധിക്കാവുന്ന അവസ്ഥയിലേക്ക് ED കരുക്കൾ നീക്കിയിരിക്കുന്നു പറയാം. ഒന്ന് മാത്രമല്ല, ഇങ്ങനെ ഇവർ മണി ലോണ്ടറിങ്, കള്ളപ്പണ ഇടപാട് നടത്തിയത് പോപ്പുലർ ഫണ്ടിന് വേണ്ടിയിട്ടാണ്. അത് ഭീകരപ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. റമദാൻ കാലത്ത് പോലും ഗൾഫിൽ നിന്നൊക്കെ പണം ശേഖരിച്ച് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ED-യുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നറിയോ? സ്വാഭാവികമായും പോപ്പുലർ ഫണ്ടിനെ പോലെ തന്നെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് SDP എന്ന് പറയുമ്പം അതിൻ്റെ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ
ഇപ്പോൾ ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ED ആണെങ്കിൽ തീവ്രവാദ പ്രകടനത്തിന് ഈ ഫണ്ട് വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ NIA കൂടി വരും. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ മുറുകയാണ്. SDPIയുടെ നില കൂടുതൽ പരുങ്ങലായി. അത് എന്തുകൊണ്ട് വാർത്തയാവുന്നില്ല? അപ്പോൾ നമ്മൾ സെലക്റ്റീവായ വാർത്തകൾ കൊടുക്കുന്നു. സത്യത്തിൽ ഇതൊരു വലിയ വാർത്തയല്ലേ? അതായത് ഒരു ബോട്ട് വള്ളക്കാരന് 45 ദിവസം കൊണ്ട് 30 കോടി കിട്ടി എന്നുള്ള വാർത്ത ആ മുഖ്യമന്ത്രി വെറുതെ ഒന്നും പറഞ്ഞല്ല, അസംബ്ലി പറഞ്ഞാണ് യോഗി. ആ അസംബ്ലി പറഞ്ഞ കാര്യം എന്തുകൊണ്ട് വാർത്തയാവുന്നില്ല? വാർത്ത ഇനി നമ്മൾ ഇപ്പം ഈ ടോക്കി പറയുന്നു, നാളെ വാർത്തയാക്കുമോ? ഇന്ന് ഉച്ച കഴിഞ്ഞാക്കുമോ? ഇല്ല. മലയാള പത്രങ്ങളും മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം കുംഭമേളയ്ക്ക് ഇങ്ങനൊരു വശം ഉണ്ടായിരുന്നത് ഇവർ സമ്മതിച്ചു കൊടുത്താൽ കുംഭമേളയ്ക്ക് പോയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരുണ്ട്. കുംഭമേളയ്ക്ക് പോകുന്ന ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഇപ്പം വിനീതിനെ പോലെയുള്ള ചൊറിയന്മാർ പറയുന്നത് കുംഭമേളയ്ക്ക് എന്താണ്, അവിടെ പോയാൽ കുളിക്കുക, അത്രേ ഉള്ളൂ. കുളിക്കാനാടാ പോകുന്നത്? പിന്നെ ഇത് ഫൺ വേൾഡ് പോകാനാണോ? അല്ലല്ലോ, കുളിക്കാനാ പോകുന്നത് അല്ലേ? കുംഭമേളയ്ക്ക് പോകുന്നത് അവിടെ സ്നാനം ചെയ്യാനാ. സ്നാനമല്ലാതെ ഒന്നുമില്ല. ഇവനത് പിന്നെ ബ്രോത്തലുണ്ടെന്ന് പറഞ്ഞാണോ പോണത്? ഇവർക്ക് വേണ്ടത് അതായിരിക്കും. മനസ്സിലായില്ലേ? കുംഭമേളയ്ക്ക് പോകുന്നത് സ്നാനം ചെയ്യാനാണ്, അതല്ല അവിടെ അല്ലാതെ വേറൊന്നുമില്ല. സാർ ഇവിടുന്ന് ഫ്ലൈറ്റും പിടിച്ച് കല്ലെറിയാനല്ലേ സാർ ഹജ്ജിന്? അത് മറ്റേ ചോദ്യമില്ലേ, വിഖ്യാതമായ ചോദ്യമാണ്. ഗണപതി മിത്താണ്, അള്ളാ മിത്താണോ? ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും പരീക്ഷയ്ക്ക് മറുപടി ഉത്തരം എഴുതാറില്ലായിരുന്നു. നമ്മുടെ സ്പീക്കർ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്ന വിദ്യാർത്ഥി ആയിരുന്നില്ല ഞാൻ. ഗണപതി മിത്താണെന്ന് പറയും, അള്ളാ മിത്താണെന്ന് ചോദിച്ചാൽ ഞാൻ പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാറുള്ള വിദ്യാർത്ഥി ആയിരുന്നില്ല എന്ന് പറയുന്ന മഹാന്മാർ സ്പീക്കർമാരായിട്ടുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ അത് വിട്. അത് ചെകുത്താനെ കല്ലെറിയോ? ഇപ്പം വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ നൂറ്റാണ്ടുകളായിട്ട് എറിഞ്ഞിട്ടും ചെകുത്താൻ ചാവുന്നില്ലെങ്കിൽ ചെകുത്താൻ എന്തൊരു പവർഫുൾ ആയിരിക്കും അല്ലേ? അങ്ങനെ കൂടെ അത് ആദ്യം ഒരു ചെറുതായിരുന്നു സാർ, ഇപ്പം അത് വലുതായി. അപ്പോൾ ചെകുത്താൻ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെകുത്താനെ എറിഞ്ഞെറിഞ്ഞ് ദൈവത്തിന് ചെകുത്താനെ കൊല്ലാൻ കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ ദൈവത്തിന്റെ കൂലിപ്പട്ടാളമായ ആളുകൾ പോയിട്ട് ചെകുത്താനെ കൊല്ലുന്നത്. പക്ഷേ ചെകുത്താൻ അനുദിനം വലുതായിക്കൊണ്ടിരിക്കുക. ആരാണ് അവിടെ തോറ്റത്? തമ്പുരാനാണ് അല്ലേ? ചെകുത്താൻ വിജയിക്കുകയാണ്. അപ്പോൾ ചെകുത്താന്മാരുടെ കാലമാണ്, ചെകുത്താന്മാരുടെ ലോകമാണ്. അതുകൊണ്ടാണ് അത് മാധ്യമരംഗത്തുമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇതൊന്നും വാർത്തയാവാതിരിക്കുന്നത്. ഏതായാലും UPയെ സംബന്ധിച്ച് വളരെ വിജയകരമായി ലോകം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലേക്ക് ഈ കുംഭമേള നടത്താൻ പറ്റി. UP എന്നുള്ള സംസ്ഥാനം, അവിടുത്തെ കുംഭമേള, അതിലുപരി ഞാൻ കാണുന്ന അവിടെ ഉണ്ടായ റവന്യൂ മാത്രമല്ല, UP മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ ഫിഗർ ആഗോളതലത്തിൽ വാർത്തയായി മാറുന്ന ഒരു ഫിഗറായി മാറി. ഒരു ലോക നേതാവാണ് ഈ കുംഭമേളയിലൂടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും യോഗി ആർക്കെങ്കിലും ശേഷം യോഗി എന്ന് പറയുന്നത് പോലെ മോദിക്ക് ശേഷമോ അമിത്ഷായ്ക്ക് ശേഷമോ ഒരുപക്ഷെ ഇന്ത്യയെയും ലോകത്തെയും വിസ്മയിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാകും യോഗി ആദിത്യനാഥ് എന്ന പേര്. തീർച്ചയായിട്ടും.